ഇന്നത്തെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ, ഞാൻ വളരെ മനോഹരമായിട്ടുണ്ട്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും നമുക്കത് ഫീൽ ചെയ്യില്ല. ശരിക്കും ഈ ഡ്രിങ്ക് ഉണ്ടാക്കി കഴിച്ച് കണ്ണടച്ച ഫീൽ ശരിക്കും അറിയണം. അത്ര രസകരമായിട്ടുള്ള, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ വളരെ 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 ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. സാധാരണ നമ്മൾ ചിലതൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു രസത്തിന് ഒരു നേരം ചൂടിന് കഴിക്കാം അത്രയൊക്കെ പറയാറുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഇത് എപ്പോഴൊക്കെ കഴിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ കഴിക്കുക. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പിങ്ക് നിറത്തിലുള്ള ആ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓടിച്ചെന്നെടുത്ത് കുടിക്കാൻ തോന്നും അല്ലേ. അത് മാത്രമല്ല, നല്ലൊരു ചൂട് സമയത്ത് കയറി വരുമ്പോൾ ഇതുമാതിരി ഒരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു രസം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഫീലാണ്. അത് ശരിക്കും നമ്മൾ അറിയുക തന്നെ വേണം. അപ്പോൾ ആ ഒരു ഫീൽ അറിയുന്നതിനായിട്ട് ഇത് എന്ത് ഫ്രൂട്ടാണ്, ഇത് എന്ത് സാധനമാണ്, ഇത് നമ്മുടെ ബേക്കറികളിലൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും കിട്ടില്ല. ഇത് ബേക്കറികളിലൊന്നും കിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. അതിനാണ് ടേസ്റ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രൂട്ട് നാട്ടിൽ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും വേണ്ട. ഇതങ്ങനെ ഒരു കുറച്ച് കഴിക്കുമ്പോൾ നാവിലൊക്കെ ഒരു കളർ വരും. ആ കളർ പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ എപ്പോൾ കിട്ടിയാലും കഴിക്കും ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ അധികം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും റോഡിലൊക്കെ ചിലപ്പോൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. നല്ല റേറ്റ് അവർ പറയുന്നത്. എന്നാലും ഞാൻ മേടിക്കും, ആ കൊതി കൊണ്ട്. ഇത് കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സ്കൂൾ ഓർമ്മയൊക്കെ വരും കേട്ടോ ഇടയ്ക്ക്. നാവിലിനി കളറല്ല, എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇതെന്തായാലും കഴിക്കും. അതുകൊണ്ട് അത്രയും പ്രിയപ്പെട്ട ആ ഒരു ഫ്രൂട്ട്, അതിൻ്റെ നടുവിലത്തെ ആ ഒരു കുരു മാറ്റിയതിന് ശേഷം നമുക്ക് കത്തി കൊണ്ട് ഇതിൻ്റെ ബാക്കി ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം നമുക്കിത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ കുറച്ച് പണിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമല്ല കേട്ടോ. നമുക്ക് ടേസ്റ്റുള്ള ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയെടുക്കാം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ എടുത്തിട്ടില്ലേ, ഒരു 3-4 എണ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് നാരങ്ങ നീരാണ്. അപ്പോൾ നാരങ്ങ നീരോട് ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക. ഒരു പകുതി നാരങ്ങയുടെ നീര് മതി ഒരു ഗ്ലാസ് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഞാവൽ സർബത്ത് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാവൽ സർബത്ത് തയ്യാറാക്കാനുള്ള ഒരു നാരങ്ങ നീരോട് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും ഈ ഞാവൽപ്പഴവും ഈ നാരങ്ങ നീരും കൂടെ ആദ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ചേർക്കണം കേട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ മനസ്സിന് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഈ ഒരു ഞാവൽപ്പഴമല്ലേ, നമ്മുടെ മനസ്സൊന്ന് തണുപ്പിച്ചിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കണം. ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഐസ് ക്യൂബും പഞ്ചസാരയും ഞാവൽപ്പഴവും ആ നാരങ്ങ നീരും ഒക്കെ കൂടെ ചേർന്നിട്ട് ഇത് അരഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, ആ തോലിൽ മാത്രമേ ആ കളറുള്ളെങ്കിൽ പോലും മൊത്തത്തിൽ ആ ഒരു കളറിങ്ങനെ നിറഞ്ഞിട്ട് കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. ഇതിലിപ്പോൾ മധുരമുണ്ട്, നാരങ്ങയുടെ ഒരു ചെറിയൊരു പുളിരസമുണ്ട്, ഐസ് ക്യൂബിൻ്റെ തണുപ്പുണ്ട്, ഞാവൽപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റുമുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഇനി തണുപ്പ് അധികം വേണ്ടാത്ത ആൾക്കാർക്ക് ഐസ് ക്യൂബൊന്നും ചേർക്കണ്ട കേട്ടോ, അല്ലാതെ ഉണ്ടാക്കിയാലും മതി. പക്ഷേ എങ്കിലും അതിനൊരു ഭയങ്കര ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തണുപ്പ് കുറച്ച് നല്ലതാണ്. ഐസ് ക്യൂബ് ചേർത്തതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഞാവലിൻ്റെ പേസ്റ്റും നാരങ്ങ നീരും പഞ്ചസാരയും ഐസ് ക്യൂബും കൂടെ അടിച്ച് വെച്ചിട്ടുള്ള ആ മിക്സിനെയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇപ്പോൾ ഇതിൽ മധുരത്തിനുള്ളതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ ഐസ് ക്യൂബിൻ്റെ ഒരു തണുപ്പ് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്കിനി ഡൈല്യൂട്ട് ചെയ്ത് വേണം കഴിക്കേണ്ടത്. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും, ഇത് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കുറയോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് എങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ വരിക എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടായിരിക്കും. പക്ഷേ ഇതൊരൊറ്റ തവണ ഉണ്ടല്ലോ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഇതുണ്ടാക്കി കഴിക്കും. അല്ലെങ്കിൽ ഇതിന് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം ഇനി ചേർക്കുന്നത്, അതായത് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, സോഡ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 7up ആണെങ്കിൽ കുറച്ചധികം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 7up അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സോഡ ചേർത്ത് കൊടുത്താലും മതി. സോഡ ചേർത്തതിന് ശേഷം ഇതിങ്ങനെ പതിഞ്ഞ് പൊങ്ങി വരുമുണ്ടല്ലോ, എടുത്തങ്ങ് കുടിക്കുക, അത്ര തന്നെ. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഈ 7up ചേർക്കുമ്പോൾ അതിലുള്ളൊരു ചെറിയൊരു മധുരം ഉണ്ടല്ലോ, ആ മധുരം കൂടെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഞാൻ കഴിച്ചു നോക്കി, രണ്ടും നല്ലതാണെങ്കിലും ഈ ചില ആൾക്കാർക്ക് സോഡ മാത്രം മതി. കാര്യം ആ ഒരു മീഡിയം മധുരമാണ് അവർക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സോഡ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഒരു ഇത്തിരി കൂടെ മധുരമായാലോ എന്നുണ്ടെങ്കിൽ നമുക്ക് 7up ചേർത്ത് കഴിക്കാം. 7up ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ അതിലോട്ട് വരും. അപ്പോൾ പിന്നെ ഡബിൾ ടേസ്റ്റ് ആവും കേട്ടോ. രണ്ടും രസമാണ്. ഇനി ഇതൊന്നും വേണ്ടാത്ത ആൾക്കാർക്ക് വെറുതെ ഇതിൻ്റെ ഒപ്പം വെള്ളം ചേർത്തിട്ടും കഴിക്കാവുന്നതാണ്. ചിലപ്പോൾ തണുപ്പ് ഇഷ്ടമില്ലാത്തവർക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചേർക്കാം. അപ്പോൾ ബേക്കറിയിലൊന്നും കിട്ടാതെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കേണ്ട ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കൊതിയാവുന്നില്ലേ, ഞാവൽപ്പഴം വേഗം ഓടിപ്പോയെടുത്ത് ജ്യൂസ് ഉണ്ടാക്കിയേ.